അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഈ ബോർഡ് കാണുന്ന പോലെ ആദാമിൻ്റെ ബിരിയാണി കടയിലാണ്. ഈ ആദാമിൻ്റെ ബിരിയാണി കട കൊച്ചിയിലെ ഒരു ഫേമസ് ഉള്ളൊരു ബിരിയാണി ഷോപ്പാണ്. അവർക്ക് കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഷോപ്പിലാണ് ഇന്ന് ബിരിയാണി കഴിക്കാൻ വന്നിട്ടുള്ളത്. അവിടെ അവരുടെ ചിക്കൻ മസാല, ചെറിയ ഗ്രേവിക്കകത്താണ് അവരുടെ മസാല ഉള്ളത്. പിന്നെ അവരുടെ അടുത്ത് ബീഫുണ്ട്. അതിങ്ങനെ ഉള്ളിൽ എല്ലാം അവരുടെ അടുപ്പിൽ ഗ്യാസിൽ ചൂട് ഒരു സെമി ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റൈസ് സാധാ ജീരകശാല റൈസ് ആട്ടത്. പിന്നെ അത്യാവശ്യം കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ചെറിയ സൗകര്യങ്ങളുള്ളൂ. പിന്നെ അവരുടെ സ്പെഷ്യൽ ദുനിയാവിലെ ചിക്കൻ, പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അങ്ങനെ കുറേ ഐറ്റം. പിന്നെ ബർഗേഴ്സ്, കുറേ കോമ്പോസ് ഉണ്ട്. നമ്മൾ ഇവരുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലെ ഒരു അച്ചാറും പിന്നെ ഒരു സലാഡും ഉണ്ട്. സലാഡ് നമ്മുടെ തൈരിനകത്തുള്ളത്, അല്ലാതെ സുർക്കയല്ല, അതിൽ വിനാഗിരി അല്ല, തൈരായിരുന്നു. അത്യാവശ്യം നല്ല തിക്കുള്ള തൈര്, ഓവർ പുളിയൊന്നുമില്ല. അത്യാവശ്യം നല്ല രസമായിട്ട് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ബിരിയാണി. നമ്മൾ പറഞ്ഞത് ബീഫ് ബിരിയാണി ആയിരുന്നു. ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബീഫ് ബിരിയാണി മേടിച്ചത്. അത് അത്യാവശ്യം വലിയ പീസുകളാണ്. നാലോളം പീസുണ്ട്. പിന്നെ അതിൻ്റെ ആ ബീഫിൻ്റെ ആ ഒരു കുക്കിങ് ഭയങ്കര എടുത്തു പറയേണ്ടത്. അത്ര എന്താ പറയുക, നന്നായിട്ട് അവരത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മസാലയുടെ ആ റൈസ് അങ്ങ് മാറുമ്പോൾ തന്നെ അതിൻ്റെ മസാലയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. നമുക്ക് റൈസൊന്ന് പതിയെ കഴിച്ചു നോക്കാം. മസാല നമുക്ക് വേറെ കഴിക്കാം. ആദ്യം റൈസൊന്ന് കഴിച്ചു നോക്കാം. റൈസിനൊക്കെ നല്ലൊരു ഫ്ലേവേർഡ് സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റാട്ടോ റൈസ്. പിന്നെ ബീഫിൻ്റെ കുക്കിംഗ് എടുത്ത് പറയേണ്ടതാണ്. കാരണം തീരെ വേസ്റ്റ് ഒന്നുമില്ല. നല്ല അടിപൊളി ബീഫിൻ്റെ പീസാണ്. പിന്നെ നന്നായിട്ട് വെൽ കുക്കായ ബീഫായിരുന്നു. അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് ആ മസാലയും ബീഫും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊടി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദാമിൻ്റെ കട നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത്, പക്ഷേ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു പാട് കാരണം പോയില്ലായിരുന്നു. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല ബിരിയാണി. പിന്നെ റൈസൊക്കെ അൺലിമിറ്റഡ് ആണ്. നമുക്ക് ആവശ്യാനുസരണം അവർ കൊണ്ടുവന്ന് തരും. പിന്നെ ഗ്രേവി തരും. എല്ലാം കൊള്ളാം. നല്ല വർത്തായിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവരൊരു ജീരക സോഡയുടെ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. ജീരക സോഡയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുപ്പത്തടം അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റ്, അതായത് മുപ്പത്തടം അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണ് ആദമിൻ്റെ ബിരിയാണിക്കട ഉള്ളത്. അപ്പോൾ ആദമിൻ്റെ ബിരിയാണിക്കടയിലെ ബിരിയാണി കഴിക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് പോയി കഴിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ayvafoodies.